അദൃശ്യനാം ദൈവത്തിൻ പ്രതിമയവൻ, ദൈവിക തേജസ്സിൻ മഹിമയവൻ. അദൃശ്യനാം ദൈവത്തിൻ പ്രതിമയവൻ, ദൈവിക തേജസ്സിൻ മഹിമയവൻ. ആദിയവൻ അന്തമവൻ, അഖില ജഗത്തിനും ഹേതുവവൻ. ഈ പല പ്രസംഗിക്കുന്ന പല ആളുകളുണ്ടല്ലോ, അവർ തന്നെ വഞ്ചിക്കപ്പെട്ടവരാണ്. അവർ അനേകരെ വഞ്ചിക്കുകയും ചെയ്യുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്നറിയാമോ? അവരും വഞ്ചിക്കപ്പെടുന്നവരും ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്കാണ് പോകുന്നതെന്നുള്ളതാണ്. അതുകൊണ്ടായി പറയുന്നത്, അല്ലാതെ ഇവരോട് വ്യക്തിപരമായ ദേഷ്യമൊന്നും ഉള്ളതുകൊണ്ടല്ല. പക്ഷേ നമ്മൾ അലേർട്ടായാലേ പറ്റുള്ളൂ, ശ്രദ്ധിച്ചിരുന്നെങ്കിലേ പറ്റുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഈ സൃഷ്ടി, അതായത് നമ്മളിവിടെ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഒരു കാര്യം ഇതാണ്, നമുക്ക് ഇപ്പോൾ ന്യായപ്രമാണം നമ്മുടെ ജഡത്തിൽ നിർവഹിക്കാൻ കഴിയും. എന്തുകൊണ്ട്? നമ്മുടെ ശരീരത്തിൽ നിർവഹിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ്? നമ്മൾ ജഡമയത്വത്തിൽ നിന്ന്. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നത്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. അതായത് എന്നിൽ ഇപ്പോൾ ജീവനും ഉണ്ട് ആത്മാവും ഉണ്ട്. നേരത്തെ എന്നിൽ ഇത് രണ്ടുമില്ലായിരുന്നു. ഞാൻ വീണ്ടും ജനിച്ചവനല്ലായിരുന്നു, ഞാൻ ജഡമയനായിരുന്നു. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, എൻ്റെ ന്യായപ്രമാണത്തെ അനുസരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന 2-ാം വാക്യത്തിൽ, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ അടിമയല്ല. റോമാലേഖനം 6-ാം അധ്യായം നിങ്ങൾ പോയി വീട്ടിൽ പോയിരുന്ന് വായിച്ചു നോക്കണം. അവിടെ പറയുന്നത് കൃപ വെളികണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയോ എന്നല്ല, അതിൻ്റെ ആവശ്യവുമില്ല. എന്തുകൊണ്ട്? കാരണം നമ്മൾ കർത്താവിൽ നമ്മൾ എന്താണ്, പുതിയ ജനനം പ്രാപിച്ചു കഴിയുമ്പോൾ ഇനിയിപ്പോൾ പാപം നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല എന്നാണ് പറയുന്നത്. അതായത് പാപത്തിൻ്റെ മേൽ ജയം ഉള്ള ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ നമുക്ക് കഴിയും. എങ്ങനെ കഴിയും? വീണ്ടും ജനിച്ചതുകൊണ്ട്, പുതിയ സൃഷ്ടിയായതുകൊണ്ട്, ആത്മാവിനാൽ ജനിച്ചതുകൊണ്ട്. ആത്മാവിനാൽ ജനിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കത് കഴിയുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ആത്മാവാകുന്ന ദൈവവുമായിട്ട് എനിക്കിപ്പോൾ സംസർഗമുണ്ട്. ഞാനും ക്രിസ്തുവും ഏകാത്മാവായി തീർന്നിരിക്കുന്നു. ഇതെങ്ങനെ സാധിച്ചതാണ്? ഇത് പരിച്ഛേദന കൊണ്ട് കഴിഞ്ഞതല്ല. അതാണ് പോൾ വിശ്വാസത്താലുള്ള നീതീകരണത്തിൻ്റെ പ്രാധാന്യം കൂടുതൽ പറയാനുള്ള കാര്യം. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് പരിച്ഛേദന കൊണ്ടാണെന്ന് യഹൂദന്മാർ പറഞ്ഞപ്പോൾ പറഞ്ഞു, അല്ല, വിശ്വാസത്താൽ. എന്ത് വിശ്വാസത്താൽ? യേശു ക്രിസ്തുവിനെ വിശ്വാസത്താൽ ശരീരത്തിൽ ജീവിപ്പിക്കുന്നത് വഴി. അങ്ങനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ന്യായപ്രമാണത്തെ നിവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി കൊലോസ്യ ലേഖനത്തിൽ ഇത് പറയുമ്പോഴത്തേക്ക് നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ അതിൻ്റെ 27-ാമത്തെ 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ അവിടെ പോള് അതിൻ്റെ അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അതായത് പോള് പറയുകയാണ്, കഴിഞ്ഞ കാലഘട്ടം വരെ ആളുകൾ ചിന്തിച്ചിരുന്നത് ഏതെങ്കിലും രീതിയിൽ ദൈവവുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാക്കണമെങ്കിൽ അവൻ യഹൂദനാകണമെന്നായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ യഹൂദനാകേണ്ട കാര്യമൊന്നുമില്ല. എന്താ? ജാതികൾക്കും കൂടെ യവനനും കൂടെ മറ്റുള്ളവർക്കും കൂടെ ഇപ്പോൾ പുതിയ സൃഷ്ടിയാകാം. ആ പുതിയ സൃഷ്ടിയായാൽ മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു ഇനിയും യഹൂദനിൽ മാത്രമല്ല ആരിലും കയറിയിരിക്കും. യവനനിലും കയറിയിരിക്കും, ഗ്രീക്കുകാരനിലും കയറിയിരിക്കും, ഏത് ഭാഷക്കാരിലും ജാതിക്കാരിലും കയറിയിരിക്കാം. കാര്യം ഇനിയിപ്പോൾ യേശു നമ്മളിലെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു ഉള്ളിൽ കടക്കാൻ പരിച്ഛേദനയല്ല ആവശ്യം. എന്താണ്? വിശ്വാസമാണ് ആവശ്യം. വിശ്വാസത്താൽ അവനെ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. എന്നിട്ട് വിശ്വാസത്താൽ എൻ്റെ ശരീരത്തിൽ ജീവിക്കാൻ അവനെ അനുവദിക്കുകയാണ്. അപ്പോൾ വിശ്വാസം എന്ന് പറയുമ്പോഴത്തേക്ക് മനസ്സിലാക്കണം, അത് ചില വികാരങ്ങളല്ല. പ്രത്യുത എന്താണ്? യേശുവിന് എൻ്റെ ശരീരത്തിൽ ജീവിക്കാൻ അനുമതി നൽകുന്നതാണ് വിശ്വാസം. ഓക്കെ, ആ മഹത്വത്തിന് പ്രത്യാശ ക്രിസ്തുവിന് നമ്മുടെ ഉള്ളിൽ വസിക്കാൻ കഴിയും. അങ്ങനെ നിങ്ങൾക്ക് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാനായിട്ട് കഴിയും. ഗലാത്യലേഖനം 2-ാം അധ്യായത്തിന്റെ ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താലാണ്, അതായത് വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ന്യായപ്രമാണം നിവർത്തിക്കാൻ കഴിയുന്നത്. അതാണ് പൗലോസിന്റെ ലേഖനത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത്. ഇൻ ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് ഇൻ. ക്രിസ്തു നിങ്ങളിൽ, നിങ്ങൾ ക്രിസ്തുവിൽ. അതാണ് യൂണിയൻ എന്ന് ഞാൻ പറയാൻ കാര്യം. അതാണ് നമ്മൾ ഏകാത്മാവാകുന്നത്. റോമാലേഖനം, പൗലോസിന്റെ ലേഖനങ്ങളുടെ എല്ലാം ആകത്തുക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രൈസ്റ്റ് ഇൻ.
എല്ലാം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം അതിൻ്റെ സ്പിരിറ്റ് എന്താണെന്ന് നോക്കുന്നതിന് പകരം നമ്മൾ ഇന്ന് ബൈബിൾ ക്ലാസ്സിൻ്റെയും പ്രശ്നം അതാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, റോമാലേഖനം പഠിക്കാൻ നമ്മളങ്ങ് തുടങ്ങുകയാണെന്ന് വെച്ചു, റോമാലേഖനം പഠിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പം ചിലപ്പം നമ്മളിത് ക്ലാസ് എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അനേക ദിവസങ്ങൾ അപ്പം എന്താ എടുക്കുന്നത്? പ്രിയമുള്ളവരെ, റോമയിലുള്ള വിശുദ്ധന്മാർക്ക് എന്നിട്ട് പറയും, എവിടെയുള്ള വിശുദ്ധന്മാർക്ക് എന്ന് പറഞ്ഞാൽ റോമയിലുള്ള വിശുദ്ധന്മാർക്ക്. അതായത് ഇത് പട്ടണത്തിലുള്ള വിശ്വാസികൾക്ക് എഴുതിയ ലേഖനമാണ്. എന്താണ് റോമാ പട്ടണം? റോം എന്ന പേര് കിട്ടാൻ കാര്യം എന്താണ്? പിന്നെ റോമസ്, റെമുലസ് എന്നീ 2 സഹോദരന്മാർ ചേർന്ന് പിന്നെ അതിനെക്കുറിച്ചുള്ള വിവരണം, പിന്നെ അതിൻ്റെ ഗ്രാമർ, മറ്റേ നമ്മൾ എല്ലാം കൂടെ പറഞ്ഞു വന്നിട്ട് അപ്പോഴത്തേക്ക് കുറേ സമയം കഴിയുന്ന പിന്നെ ബാക്കി അടുത്ത ആഴ്ച. റോമസ് റെമുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കി അടുത്ത ആഴ്ച. ഇങ്ങനെ മുറിച്ച് ഗ്രാമർ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പിരിറ്റ് മനസ്സിലാകത്തില്ല. ഗ്രാമർ പഠിക്കാൻ വേണ്ടിയില്ല, പോളിൻ്റെ ഹൃദയം എഴുതി വെച്ചിരിക്കുക. അത് നമ്മൾ ആ രീതി തന്നെ മനസ്സിലാക്കണം. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു കത്ത് അയച്ചു കഴിഞ്ഞാൽ ജെസ്സി പിള്ളേരെ എല്ലാം വിളിച്ചുകൊണ്ട്, വാ പിള്ളേരെ ഇതിൻ്റെ ഗ്രാമർ നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കത്തിൻ്റെ ഗ്രാമർ നോക്കിയാണോ? എൻ്റെ ഹൃദയമല്ലേ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതെന്തുവാ എഴുതിയിരിക്കുന്നത്? ഇതിനകത്ത് ഇവിടെ അല്ലായിരുന്നു ഇൻ വരേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ അല്ലായിരുന്നു വോസ് വരേണ്ടത്, ഇവിടെ വോസ് അല്ല വരേണ്ടത്. അതൊക്കെ പഠിക്കാനാണോ നമ്മൾ കത്ത് വായിക്കുന്നത്? ഒന്നുമല്ല. നമ്മൾ കത്ത് വായിക്കുമ്പോൾ അതിൻ്റെ ഹൃദയമാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. ആ ഹൃദയത്തിൽ നിന്ന്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോളിൻ്റെ ലേഖനങ്ങളുടെ ഹൃദയം എന്താണ്. അത് പഠിക്കുമ്പോൾ നമ്മൾ ശരിക്കും അതാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. ബൈബിൾ നമ്മളെ മറ്റൊരാളാക്കുകയാണ്. ഇവിടെ പോൾ പറയുന്നു, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. കേൾക്കുമ്പോൾ വളരെ ഈസിയായിട്ട് തോന്നാം, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. നമ്മൾ ഈ വാക്യങ്ങൾ വായിച്ചങ്ങ് പോകുമ്പോഴത്തേക്കുള്ള ഒരു പ്രോബ്ലം എന്നാണ് എന്ത്? അതിൻ്റെ സ്പിരിറ്റ് നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. അല്ലെങ്കിൽ അതിൻ്റെ അക്ഷരമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളൊന്ന് എക്സൈറ്റഡ് ആയിട്ട് അങ്ങ് പോകുകയാണ്. വെറുതെ എക്സൈറ്റഡ് ആയിട്ട് പോകാൻ വേണ്ടിയുള്ളതല്ല, ഇതിനകത്തൊരു സന്ദേശമുണ്ട്. ആ സന്ദേശം നമ്മൾ ഗ്രഹിക്കാനായിട്ട് കഴിയണം. മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു എന്നിലേക്ക് കയറിയിരിക്കാൻ ഇപ്പം നമ്മളിപ്പോൾ പറയുമ്പോഴത്തേക്ക് വളരെ ഈസി ആയിട്ട് തോന്നിയാലും അതൊരു വലിയൊരു ഒരു അത് സാധിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രോജക്റ്റായിരുന്നു ദൈവത്തിൻ്റെ. ഒരുപക്ഷെ അത് ഏറ്റവും വലിയൊരു പ്രോജക്റ്റാണ് ക്രിസ്തു എൻ്റെ ഉള്ളിൽ കയറിയിരിക്കാൻ. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇത് ഈ പോളിൻ്റെ ഈ ലേഖനങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കും, ഇതായിരുന്നല്ലോ ക്രിസ്തു ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം തന്നെ. ഇതാ വേറെ എന്തുവാ? ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ആഗ്രഹം മനുഷ്യൻ്റെ, നമ്മുടെ ഉള്ളിലേക്ക് യേശു ക്രിസ്തുവിനെ കയറിയിരിക്കണം എന്നുള്ളതായിരുന്നു. അതൊന്ന് സാധിക്കാൻ വേണ്ടി എത്ര വലിയൊരു പ്രോജക്റ്റ്, എത്ര കാലങ്ങൾ, ലോകത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാത്തിനേക്കാളും സമയമെടുത്ത കോസ്റ്റ്ലിയായ പ്ലാൻഡായ ഒരു ജൈജാന്റിക് ബൃഹത്തായ ഒരു പ്രോജക്റ്റിലൂടെയാണ് അത് നിർവഹിച്ചുകൊണ്ടാണ് അത്രയും കാര്യങ്ങൾ ദൈവം ചെയ്തിട്ടാണ്. നമുക്ക് ഈസിയായിട്ട് യേശുവിനെ ഉള്ളിൽ കയറ്റാം. പക്ഷേ ഈ യേശുവിനെ നമ്മുടെ ഉള്ളിലേക്കൊന്ന് കയറിയിരിക്കാൻ നമ്മളൊന്നും ചെയ്തില്ല. പക്ഷേ ദൈവം എന്തുമാത്രം, എത്ര വർഷങ്ങളായി, യുഗങ്ങളായി ഈ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇതൊന്നും ഒരു മനുഷ്യനും അറിഞ്ഞില്ല. ഈ ഒരു കാര്യസാധ്യത്തിന്, എന്ത് കാര്യം സാധിക്കാൻ? എൻ്റെ ഉള്ളിലേക്ക് ക്രിസ്തുവിനൊന്ന് കയറിയിരിക്കാൻ വേണ്ടി, അതിനെന്നെ ഒന്ന് ഒരുക്കാൻ വേണ്ടി ദൈവം യുഗങ്ങളായിട്ട് നടത്തിയ പരിശ്രമങ്ങളൊന്നും ഒരു മനുഷ്യനും അറിഞ്ഞില്ല, മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് ഇതൊരു വലിയ മർമ്മം ആണെന്ന് പോൾ പറയുന്നത്. ഇതിൻ്റെ മാസ്റ്റർ പ്ലാൻ ദൈവത്തിൻ്റെ കയ്യിലായിരുന്നു. ഇതിൻ്റെ പണിയെടുത്ത ആളുകൾ പോലും ഇതിൻ്റെ പ്ലാനൊന്നും കണ്ടിട്ടില്ല. കണ്ടിട്ട് പറഞ്ഞാൽ അവരെ കാണിക്കത്തില്ലെന്ന് ദൈവം നിശ്ചയിച്ചിട്ടൊന്നുമല്ല. ഇതൊന്നും കണ്ടാലും അവർക്ക് മനസ്സിലാകത്തില്ല. ഇത് ഒരു വലിയ ഒരു തെർമൽ പ്ലാന്റിൻ്റെ വല്ലതും ഒരു മാസ്റ്റർ പ്ലാൻ എൻ്റെ കയ്യിലൂടെ വന്നു കഴിഞ്ഞാൽ ഞാനിത് കണ്ടിട്ട് എന്തോ മനസ്സിലാക്കാൻ, അതൊന്നും മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഒന്നും എനിക്ക് ഇല്ല, ഒരു മനുഷ്യനും ഇല്ല. ഒരു തെർമൽ പ്ലാന്റിൻ്റെ മാസ്റ്റർ പ്ലാൻ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ലെങ്കിൽ, ഈ ദൈവം യുഗങ്ങൾക്ക് മുമ്പ്, ലോകസ്ഥാപനത്തിന് മുമ്പ് തൊട്ട് തുടങ്ങിയ ഒരു ജൈജാന്റിക് പ്രോജക്റ്റാണ് എൻ്റെ ഉള്ളിലോട്ട് കയറിയിരിക്കാൻ എന്നെ ഒരുക്കുക എന്ന് പറയുന്നത്. ആ ഒരു പ്രോജക്റ്റിൽ അതിനുവേണ്ടി ഈ ഒരുക്കത്തിനകത്ത് പണിയെടുത്തവർ പോലും എന്തോ പണിയുന്നതെന്ന് മനസ്സിലാക്കിയില്ല. അതാണ് ഈ പഴയ നിയമത്തിലുള്ള വിശുദ്ധന്മാർക്ക് പലർക്കും പറ്റിയ ഒരു പ്രോബ്ലമല്ല, അവർക്ക് പോലും അവരാരാഞ്ഞു നോക്കിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ കാലം ഏതാണ്, എപ്പോഴത് നടക്കുന്ന അവർക്കൊന്നും മനസ്സിലായില്ല. ഇത് നമുക്കുള്ളതല്ല, ഇത് പിന്നെങ്ങാണ്ട് നടക്കാനുള്ളതാണെന്ന് മാത്രം പറഞ്ഞവർ പോവുകയായിരുന്നു. അത്രേ പറ്റുമായിരുന്നുള്ളൂ. അത്രയ്ക്കും വലിയൊരു പ്രോജക്റ്റ് ആയിരുന്നു
മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുക എന്ന് പറയുന്നത്. കൊലോസ്യർ ലേഖനം 1-27 വാക്യത്തിൽ നമ്മൾ കാണുന്നത് ആ ഒരു മർമ്മം എന്താണ്? ആ മർമ്മം മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. എന്നാൽ ഇപ്പോഴത് നമുക്ക് മനസ്സിലാകും. അവരോട് ജാതികളുടെ ഈ മർമ്മത്തിന്റെ മഹിമാതനം എന്തെന്ന് അറിയിക്കാൻ ദൈവത്തിന് ഇഷ്ടമായി എന്നുള്ളതാണ്. ഇതിനകത്ത് 2 ഭാഗങ്ങളുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്ന്, മഹത്വത്തിന്റെ പ്രത്യാശ. ഈ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പൗൽ ചെയ്യുന്നതും അതാണ്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ എങ്ങനെയുള്ള ക്രിസ്തു, എങ്ങനെയുള്ള യേശു എന്നുള്ളതാണ് 1-ാം അധ്യായത്തിന്റെ 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അതിനുശേഷമാണ് ഈ ക്രിസ്തു നിങ്ങളിലേക്ക് കയറിയിരിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഒന്ന്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എങ്ങനെയുള്ളവൻ, ഇൻട്രൊഡ്യൂസിങ് ജീസസ്. രണ്ടാമത്, ഈ ക്രിസ്തു നിങ്ങളിൽ എന്നുള്ളതാണ്. 1-ാം അധ്യായത്തിന്റെ 15 വാക്യം വായിക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു ചെറിയ ഒരു കാര്യമാണ്. അവൻ അദൃശ്യനായ, അതായത് 15 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ക്രിസ്തുവിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. പക്ഷെ എങ്ങനെയുള്ള ക്രിസ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ദി പ്രീ എക്സിസ്റ്റന്റ്, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് എന്താണ് ഇവിടെ യേശു ഭൂമിയിലേക്ക് വന്നതിന് ശേഷം ഇറ്റ് ഈസ് ഈസി ഫോർ പീപ്പിൾ ടു സീ ഹിം ആൻഡ് അണ്ടർസ്റ്റാൻഡ്. അതിനാണ് യേശു ഭൂമിയിലേക്ക് വന്നത് തന്നെ ഒരു കാര്യം. നമുക്ക് മനസ്സിലാകുന്ന നിലയിൽ യേശു ഭൂമിയിൽ വന്ന കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഈ യേശുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള ആഗമനത്തിന് മുമ്പ്, അല്ലെങ്കിൽ യേശുവിൻ്റെ ബീയിങ് എന്താണെന്നുള്ളത് അറിയുമ്പോഴാണ് അവൻ്റെ ഭൂമിയിലേക്കുള്ള വരവ് തന്നെ എത്ര മഹനീയമാണെന്നും അവൻ എത്ര കോസ്റ്റ് കൊടുത്തു നമുക്ക് മനസ്സിലാകുന്നത്. എങ്ങനെയുള്ളവനായിരുന്നു ഇവൻ? ഹി വാസ് നോട്ട് ലൈക്ക് മീ ആൻഡ് യു. നമ്മളെപ്പോലെ ഒരാളായിരുന്നില്ല യേശു. അവൻ എങ്ങനെയാണ്? അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ. God is invisible. He is the image of the invisible God. ദൈവം അദൃശ്യനാണ്, പക്ഷേ യേശു ദൃശ്യനാണ്. ഇത് തന്നെ എന്തോരം വലിയൊരു പ്രോജക്റ്റാണ്. അദൃശ്യനായ ദൈവം യേശുവിൽ ദൃശ്യനായി തീരുകയാണ്. അദൃശ്യനായ ദൈവത്തെ, മോസസിന്റെ കാര്യം നമുക്ക് അറിയാമല്ലോ. പുറപ്പാട് ദിവസം 33-ാം അധ്യായത്തിൽ മോശ കർത്താവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, എനിക്ക് നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണം. കർത്താവ് പറഞ്ഞു, ശരി, കാണിച്ചു തരാം. നിന്റെ തിരുസാന്നിധ്യം എൻ്റെ കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ അയക്കരുത്. ശരി, ഞാൻ കൂടെ പോരാം. പറഞ്ഞൊക്കെ സമ്മതിച്ചു. അവിടെ പറഞ്ഞു, നിന്റെ തേജസ് എന്നെ ഒന്ന് കാണിക്കണം. എന്നെ കർത്താവ് എന്ന് പറയുന്നു, മോനെ എനിക്ക് കാണിക്കണമെന്നുണ്ട്, എനിക്ക് ഇതിനോട് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ കണ്ടാ നീ എന്ത് സംഭവിച്ചു? നീ തട്ടിപ്പോവും. എൻ്റെ തേജസ് കണ്ടതിന് ശേഷം ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ജീവിക്കാൻ കഴിയില്ല. ഞാൻ കടന്നു പോകുമ്പോൾ നിന്നെ എൻ്റെ കൈകൾ കൊണ്ട് ഞാൻ മറയ്ക്കും, നീ എൻ്റെ പിൻവശം കാണും. എൻ്റെ മുഖം കണ്ടാൽ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ജീവിച്ചിരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള അദൃശ്യനായ ദൈവം, കണ്ടാൽ ആ ദൈവത്തെ കണ്ടാൽ നമ്മൾ മരിച്ചു പോകുമെങ്കിൽ, അതാ ഞാൻ പറഞ്ഞത്, അതുതന്നെ എന്തോരം വലിയൊരു പ്രോജക്റ്റാണ്. ഈ അദൃശ്യ ദൈവത്തെ ഒന്ന് ദൃശ്യവൽക്കരിക്കാൻ നോക്കുന്നത് എന്തോരം വലിയൊരു പ്രോജക്റ്റാണ്. ആ തേജസ്സിന് മുമ്പിൽ ആർക്കും നിൽക്കാൻ കഴിയില്ല. അവൻ അദൃശ്യനായ ദൈവമാണ്. പക്ഷേ ഇപ്പോഴെന്താ പറയുന്നത്? ആ ദൈവം ദൃശ്യരൂപത്തിൽ വരികയാണ്. അതാണ് യേശു. യേശു ദൈവത്തിൻ്റെ വെളിപ്പാടാണ്, അവതാരമല്ല, വെളിപ്പാടാണ്. രണ്ടും വ്യത്യാസമുണ്ട്. നമ്മൾ ഈ വേദപുസ്തകത്തിലെ പല വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇൻകാർണേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സങ്കല്പം, നമ്മൾ ഈ ഭാരതീയ പശ്ചാത്തലത്തിൽ വളർന്നുകൊണ്ട് അല്ലെങ്കിൽ ഈസ്റ്റേൺ പശ്ചാത്തലത്തിൽ വളർന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്നതായ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജീസസ് ഈസ് നോട്ട് ജസ്റ്റ് എൻ ഇൻകാർണേഷൻ ഇൻ ആൻ ഈസ്റ്റേൺ സെൻസ്. നമ്മളുടെ ഈ പൗരസ്ത്യമായ ചിന്തയ്ക്കനുസരിച്ചുള്ള ഒരു അവതാരമല്ല. അത് പലരിലും ഈ പൗരസ്ത്യ അവതാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഭൂമി ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനിലേക്ക് ദൈവത്തിൻ്റെ ഇതൊക്കെ വന്ന് കയറുന്നെന്നോ അല്ലെങ്കിൽ അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് യേശു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ ഭൂമിയിൽ ജീവിച്ചിരുന്ന ജോസഫിൻ്റെയും മറിയയുടെയും ഒരു മകനിലേക്ക് ദൈവത്തിൻ്റെ ചൈതന്യം ആവാഹിച്ചു വരുന്നൊന്നുമല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അവതാരം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്ന ഒരു വലിയൊരു പ്രോബ്ലം അതാണ്. അതുകൊണ്ട് അവതാരം എന്ന് പറയുമ്പോൾ ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കരുത്. അവൻ എങ്ങനെയാണെന്ന് അറിയാമോ? അവൻ അദൃശ്യ ദൈവത്തിൻ്റെ പ്രതിമയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ്
പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായിട്ട് കണ്ടു. അവൻ അദൃശ്യ ദൈവത്തിന്റെ വെളിപ്പാടാണ്, അവന്റെ പ്രതിമയാണ്. അതായത് there is no difference between God and Jesus. ആ യേശു അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, അവൻ വചനം ജഡമായി തീർന്നു കൃപയും സത്യം നിറഞ്ഞ നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ദൈവത്തെ യേശു വെളിപ്പെടുത്തി. പക്ഷെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് ഏകജാതനായവന്റെ തേജസ് എന്നാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ഏകജാതനായവന്റെ തേജസ് എന്ന് പറയുന്നത്, ഇത് പലപ്പോഴും തെറ്റിദ്ധാരണ ഉളവാക്കുന്ന ഒരു വാക്കാണ്. ദൈവത്തിന്റെ ഏകജാതൻ. പലപ്പോഴും ഇസ്ലാമിക് ചിന്തകളിലും മറ്റും നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. ദൈവത്തിന്റെ പുത്രനാണോ യേശു? അങ്ങനെയാണെങ്കിൽ ആരെയാണ് ദൈവം കല്യാണം കഴിച്ചത്? ഇങ്ങനെയുള്ള 100 ചോദ്യങ്ങളുണ്ടാകും. പക്ഷെ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ദൈവത്തെ വെളിപ്പെടുത്തിയവൻ എന്ന അർത്ഥത്തിലാണ്, അല്ലാതെ ദൈവം ആരെങ്കിലും കല്യാണം കഴിച്ചൊരു മകനുണ്ടായെന്നുള്ള അർത്ഥത്തിലല്ല. ഭാരതത്തിന്റെ പൊന്നോമന പുത്രൻ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ആളുകളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഭാരതം ആരെങ്കിലും കല്യാണം കഴിച്ചുണ്ടായതാണോ? അല്ല. ആണോ? നമ്മൾ പറയുന്ന വാക്കാണ് ഭാരതത്തിന്റെ പൊന്നോമന പുത്രൻ. എന്താണ് അതിൻ്റെ അർത്ഥം? ഭാരതത്തിന്റെ സകല സവിശേഷതകളും വെളിപ്പെടുത്തിയിരിക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിലാണ്. അതൊരു ചെറിയ ഉദാഹരണമാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. ഞാൻ പറഞ്ഞത്, യേശു ദൈവത്തിന്റെ ഏകജാതനാണെന്ന് പറയുമ്പോൾ യോഹന്നാൻ പറയുന്നത് ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുത്തിയവനാണ് യേശു എന്ന് തന്നെയല്ല, അവൻ മാത്രമേ ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവനെ ഏകജാതൻ എന്ന് വിളിക്കുന്നത്. ലോകത്തിൽ ഒരു വ്യക്തിയും ദൈവത്തിന്റെ തേജസ് വേറെ വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവതാരങ്ങൾ പലതുണ്ടാകാം, പക്ഷെ വെളിപ്പാട് ഒന്നേ ഉണ്ടാകത്തുള്ളൂ. അത് ഏകജാതനായവന്റെ തേജസ്. നിസ്തുലനാ നിർമ്മലനാ ക്രിസ്തുവിനെ സ്തുതിച്ചിടുവിൻ. നിസ്തുലനാ നിർമ്മലനാ ക്രിസ്തുവിനെ സ്തുതിച്ചിടുവിൻ. അദൃശ്യനാം ദൈവത്തിൻ പ്രതിമയവൻ, ദൈവിക തേജസ്സിൻ മഹിമയവൻ. അദൃശ്യനാം ദൈവത്തിൻ പ്രതിമയവൻ, ദൈവിക തേജസ്സിൻ മഹിമയവൻ. ആദിയവൻ അന്തമവൻ, അഖില ജഗത്തിനും ഹേതുവവൻ. ആദിയവൻ അന്തമവൻ, അഖില ജഗത്തിനും ഹേതുവവൻ. നിസ്തുലനാം നിർമ്മലനാം ക്രിസ്തുവിനെ സ്തുതിച്ചിടുവിൻ. ദൈവവിരോധികളായതിനാൽ ന്യായവിധിക്ക് വിധേയർ നമ്മെ. ദൈവവിരോധികളായതിനാൽ ന്യായവിധിക്ക് വിധേയർ നമ്മെ. ദൈവമക്കൾ ആക്കിയല്ലോ ജീവനും തന്നവൻ സ്നേഹിച്ചതാ. ദൈവമക്കൾ ആക്കിയല്ലോ ജീവനും തന്നവൻ സ്നേഹിച്ചതാൽ. നിസ്തുലനാം നിർമ്മലനാം ക്രിസ്തുവിനെ സ്തുതിച്ചിടുവിൻ. വിണ്ണിലും മണ്ണിലുമുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിലൊന്നാകും. വിണ്ണിലും മണ്ണിലുമുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിലൊന്നാകും. പൂർണ്ണതയിൽ ദൈവികമാ നിർണയങ്ങൾ നിറവേറിടുമേ. പൂർണ്ണതയിൽ ദൈവികമാ നിർണയങ്ങൾ നിറവേറിടുമേ.
നിസ്തുലനാം നിർമ്മലനാം ക്രിസ്തുവിനെ സ്തുതിച്ചിടുവിൻ.